പണ്ട് ഞാൻ എപ്പോഴും എൻ്റെ അമ്മയെ ശല്യം ചെയ്തിരുന്നു, നല്ലൊരു കഥ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശല്യം ചെയ്യുന്ന കൂട്ടത്തിൽ അമ്മ പറഞ്ഞു തന്ന ഒരു കഥയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തെ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ എനിക്ക് പറയാനുള്ള കഥ എന്ന് പറയുന്നത് കോഴിയമ്മയുടെ കഥയാണ്. അപ്പോൾ ഈ കഥയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് കഥയിൽ ഉള്ളടക്കമെന്ന്, അല്ലേ? അതായത് പണ്ടൊരിക്കൽ ഒരിടത്തൊരു കോഴിയമ്മ ഉണ്ടായിരുന്നു. കോഴിയമ്മയുടെ കൂടെ മക്കളും ഉണ്ടായിരുന്നു. ഒരു ദിവസം മുറ്റത്ത് ചിക്കി ചികഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കോഴിയമ്മയ്ക്ക് കുറച്ച് നെന്മണികൾ കിട്ടി. അപ്പോൾ അവൾ ഓടിച്ചെന്ന് അവരുടെ മക്കളെല്ലാവരോടുമായിട്ട് ചോദിച്ചു, മക്കളെ, എനിക്ക് കുറേ നെന്മണികളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇത് പാടത്ത് വിതയ്ക്കാൻ വേണ്ടിയിട്ട് എന്നെ ആര് സഹായിക്കും? അപ്പോൾ എല്ലാവരും പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നു, എനിക്ക് വിശ്രമിക്കണം, എനിക്ക് കുളത്തിൽ നീന്താൻ പോകണം എന്നൊക്കെ ഓരോരുത്തരായിട്ട് പറഞ്ഞ് കൈയൊഴിയാണ് ചെയ്തത്. അതിനുശേഷം കോഴിയമ്മ എന്ത് ചെയ്തു? എല്ലാ വിത്തുകളും കൊണ്ടുപോയി ഒറ്റയ്ക്ക് വിതയ്ക്കുകയാണ് ചെയ്തത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആ നെല്ല് വളർന്ന് വലുതായി സ്വർണ്ണം നിറത്തിലുള്ള കതിരുകൾ വന്നു. അത് കൊയ്ത്തിന് സമയമായിരിക്കുന്നു. അപ്പോൾ കോഴിയമ്മ വീണ്ടും മക്കളോട് ചെന്നു. 3 മക്കളും പറഞ്ഞു, ഞാനില്ല, എനിക്ക് വയ്യ, എനിക്ക് സുഖമില്ല. അങ്ങനെ കോഴിയമ്മ എന്ത് ചെയ്തു? എങ്കിൽ പിന്നെ ആയിക്കോട്ടെ, ഞാൻ തന്നെ കൊയ്തേക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം നെല്ല് ഉണക്കി കുത്താനായിട്ടുള്ള ഒരു സമയമായി. അപ്പോൾ കോഴിയമ്മ വീണ്ടും ചോദിച്ചു, ഈ നെല്ല് കുത്തി അരിയാക്കാൻ എന്നെ ആര് സഹായിക്കും? പതിവ് പോലെ എല്ലാ മക്കളും പറഞ്ഞു, ഞങ്ങളില്ല, ഞങ്ങൾക്ക് വയ്യ. അങ്ങനെ കോഴിയമ്മ കഷ്ടപ്പെട്ട് ആ നെല്ല് മുഴുവൻ കുത്തി നല്ല വെളുത്ത അരിയാക്കി മാറ്റി. അതിനുശേഷം അരി അടുപ്പത്ത് വെച്ച് വേവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ചൂടുള്ള ചോറിൻ്റെ മണം വന്നു. ചോറിൻ്റെ മണം കേട്ട ഉടനെ കോഴിയമ്മയുടെ അടുത്തേക്ക് മക്കളെല്ലാവരും ഓടിയെത്തി. ഇനി ഞങ്ങൾക്കും കൂടെ ചോറ് തരാമല്ലോ, അല്ലേ? അപ്പോൾ കോഴിയമ്മ പറഞ്ഞത് എന്താണ്? എന്തായാലും കോഴിയമ്മ എല്ലാവരെയും ആട്ടി ഓടിക്കുകയാണ് ചെയ്തത്. ഇത്രയും കാര്യത്തിന് അധ്വാനിച്ചപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിന് പോലും സഹായിക്കാനായിട്ട് എൻ്റെ കൂടെ കൂടിയില്ല. ഇനി ചോറ് കഴിക്കാൻ വേണ്ടി നിങ്ങളെ ഞാൻ എങ്ങനെ വിളിക്കും? പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിൽ നമ്മൾ ഇത്രയും അധികം നല്ലൊരു മാൻഡേറ്റ് നൽകിയിട്ട് നമ്മളോട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ചെയ്യുന്നത് ഇതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതായത് ഇതുവരെ ഏറ്റവും കൂടുതൽ അധ്വാനം എടുത്ത് എല്ലാ കാര്യങ്ങൾക്കും മുൻപിലുണ്ടായി പൂർണ്ണമായ ആത്മവിശ്വാസം പ്രവർത്തകർക്കും താൻ പ്രവർത്തിക്കും എന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കുമൊക്കെ നൽകി അധികാരത്തിൽ കൊണ്ടുവന്ന വി.ഡി. സതീശനെയോ അല്ലെങ്കിൽ ഇത്രയും കാലം ഒരു 5 വർഷത്തായാലും പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നിട്ട് കുറേ അധികം പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ച രമേശ് ചെന്നിത്തലയോ ഒന്നും അല്ല ഇന്ന് കോൺഗ്രസ്സിന് മുഖ്യമന്ത്രിയാക്കാനായിട്ടുള്ള താല്പര്യം. എവിടെ നിന്നോ വന്ന വേണുഗോപാലിനെയാണ്. എവിടെ നിന്നോ വന്ന എന്ന് പറയാനായിട്ട് കാരണമുണ്ട്. അദ്ദേഹം സംഘടനാ ചുമതലകളിലാണ് കൂടുതൽ കാര്യങ്ങൾ നോക്കിയിരുന്നത്. അദ്ദേഹം കേരളത്തിലെ കാര്യങ്ങളിൽ അധികം ശ്രദ്ധ വി.ഡി. സതീശൻ്റെയോ രമേശ് ചെന്നിത്തലയുടെയോ അത്രയൊന്നും കൊടുത്തിട്ടില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ കൊടുത്തതാവട്ടെ വി.ഡി. ആണ്. പക്ഷേ കോഴിയമ്മയുടെ അവസ്ഥയായിപ്പോയി പാവം വി.ഡി. സതീശന്.